നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മികച്ച പോളിംഗ്. വിജയപ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികൾ. മുന്നണികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസാധ്യത സംബന്ധിച്ച കണക്കുകൂട്ടലിലേക്ക്. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വോട്ട് ചെയ്യാനെത്തി. രാഹുൽ വോട്ട് ചെയ്ത് കുന്നത്തൂർ മേടിൽ. ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നു മാത്രം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം. പോലീസ് വലയം ഭേദിച്ച് CPM BJP പ്രവർത്തകരുടെ പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. ഇടതുപക്ഷം മികച്ച മുന്നേറ്റം നടത്തുമെന്ന് മന്ത്രി MB രാജേഷ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്കൊപ്പമല്ലെന്നും MB രാജേഷ്. വികസനത്തിനാണ് വോട്ടെങ്കിൽ ജയം LDF-നായിരിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. സംസ്ഥാനത്തെ UDF ചരിത്ര നേട്ടമുണ്ടാക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാടും ഷൊർണൂരും UDF ഭരിക്കും. രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ MP. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ. അതിജീവിത നേരിട്ട് പരാതി പറഞ്ഞിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്ന് ശോഭാ സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAയുടെ തേരോട്ടമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. UDF എല്ലാ തരത്തിലുള്ള വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മുൻ മന്ത്രി AK ബാലൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും AK ബാലൻ. തൃശൂരിൽ ഇടത് തുടർ ഭരണം ഉറപ്പെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം. 5 BJP പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിൽ. അക്രമം BJP CPM ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കോൺഗ്രസ്. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. തൃശൂർ പാലക്കാട് സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ തേനീച്ച ആക്രമണം. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടൊവിനോ തോമസ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മിക്ക പ്രദേശങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശനിയാഴ്ച ജനവിധി അറിയാം. വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിജയപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും വിവിധ മുന്നണികളും. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി വോട്ട് ചെയ്തു. കുന്നത്തൂർ മേടിലായിരുന്നു രാഹുലിന് വോട്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നു മാത്രമായിരുന്നു മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 കേസിലും അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിലായ MLA പുറത്തുവരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. 15 ദിവസത്തിന് ശേഷമാണ് രാഹുൽ ഒളിവിൽ നിന്ന് പുറത്തെത്തുന്നത്. തിരക്കില്ലാത്ത സമയത്താണ് MLA കുന്നത്തൂർ മേടിൽ വോട്ട് ചെയ്യാനെത്തിയത്. എല്ലാം കോടതിക്ക് മുന്നിലുണ്ട്, കോടതി തീരുമാനിക്കുമെന്ന് മാത്രമാണ് രാഹുൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെ ഇനി കോടതി തീരുമാനിക്കട്ടെ. സംവിധാനത്തിലുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു രാഹുൽ എത്തുന്നതറിഞ്ഞ് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. എന്നാൽ പോലീസ് വലയം ഭേദിച്ച് CPM BJP പ്രവർത്തകർ കൂവിയും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ചു. രാഹുലിൻ്റെ വരവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും യാതൊരു ആശയവിനിമയവുമില്ലെന്നുമാണ് KPCCയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. 35 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വിധിയെഴുതി. മെഷീൻ തകരാറോ മറ്റു അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു നാൾ കൂടി കഴിഞ്ഞാൽ
മുനിസിപ്പാലിറ്റി ആര് ഭരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. വെറും വാശിയേറിയുമായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ ഷൊർണൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വിധിയെഴുതി. 35 വാർഡുകളിലേക്കായിരുന്നു പോളിംഗ് നടന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്ത്, ടൗണിലെ BMLP സ്കൂളിലെ ഹരിത ബൂത്ത് തുടങ്ങിയ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. അതേസമയം ചില ബൂത്തുകളിലൊക്കെ മന്ദഗതിയിലായിരുന്നു തുടക്കത്തിൽ വോട്ടിംഗ് നടന്നത്. 18-ാം വാർഡ് ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്തിലെത്തി VK ശ്രീകണ്ഠൻ MP, KPC സെക്രട്ടറി K തുളസി എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. EVM മെഷീൻ തകരാറോ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുനിസിപ്പൽ പരിധിയിൽ പ്രശ്നബാധിത ബൂത്തുകളും നിലവിലില്ല. 35 വാർഡുകളിലേക്ക് നടന്ന പോളിംഗിൽ ആകെ 108 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വോട്ട് പെട്ടിയിലായതോടെ ഇനി ഒരു നാൾ കാത്തിരിപ്പിൻ്റെ ദിനം. ഇനി ആര് ഭരണത്തിലെത്തുമെന്ന് ശനിയാഴ്ച അറിയാം. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ആർ ബിന്ദു. VC നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അനുരഞ്ജന നിലപാടാണ് പരമാവധി സ്വീകരിച്ചതെന്നും ആർ ബിന്ദു പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്നും ആർ ബിന്ദു പറഞ്ഞു. VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്നത് അനുരഞ്ജന നിലപാടാണ്. സമവായമുണ്ടാക്കാനുള്ള പരിശ്രമം സംസ്ഥാന സർക്കാർ നടത്തി. അതിൻ്റെ ഭാഗമായാണ് 2 മന്ത്രിമാർ ഗവർണറുമായി ചർച്ച നടത്തിയത്. സംസ്ഥാനത്തെ സർവകലാശാലകൾ സുഗമമായി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്നും സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുമെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വോട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ജനങ്ങൾക്കറിയാം ആരാണ് അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളും ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ തൊട്ട് സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വാർഡുകളിലും വിജയ സാധ്യത ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്ക് ഒപ്പമല്ലെന്ന് മന്ത്രി MB രാജേഷ്. കൈലാട് KVUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അതിജീവിതയുടെ പരാതി പോലീസിന് കൈമാറിയതിൽ അഭിമാനം കൊണ്ട KPCC പ്രസിഡന്റ് ഇപ്പോൾ പരാതിയെ തള്ളിപ്പറഞ്ഞതോടെ ഇവർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പിൽ LDF അഭിമാനകരമായ വിജയം നേടുമെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ടത്തിൽ അതിജീവിതകൾക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ചത് UDF കൺവീനറാണെങ്കിൽ 2-ാം ഘട്ടത്തിൽ തട്ടിപ്പറഞ്ഞത് KPCC പ്രസിഡന്റാണ്. ഇതോടെ ഇവരുടെ ഉള്ളിലിരുപ്പ് മനസ്സിലായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിൽ ഈ അതിജീവിതകൾക്കെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചത് UDF കൺവീനറാണ്. 2-ാം ഘട്ടത്തിൽ KPCC പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നു. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നാണ് പുറത്തു വരുന്നത്. നോക്കൂ, ഒരു അതിജീവിതയുടെ പരാതിയെ പോലീസിന് ഞങ്ങൾ കൈമാറി എന്നത് അഭിമാനപൂർവ്വം പറഞ്ഞു നടന്നവരാണ് ഇവര്. ഇപ്പൊ അവര് നിലപാട് മാറ്റി. യഥാർത്ഥത്തിൽ ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. വേട്ടക്കാർക്കൊപ്പം ഓടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. അതാണ് UDF കൺവീനറുടെയും ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെയും പ്രസ്താവന കാണിക്കുന്നത്. ഇവരല്ലേ പറഞ്ഞത് ഞങ്ങൾക്കൊരു പരാതി കിട്ടി, കൂടെ ഞങ്ങൾ കൈമാറി. ഇപ്പൊ പരാതിയെ ചോദ്യം ചെയ്യുന്നു, പരാതിയിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്? ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുഖ്യമന്ത്രിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടം കേസിൽ അതിജീവിതം നേരിട്ട് പരാതി പറഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. പീഡന കേസുകളിൽ ചാക്കിൽ പണമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥയാണ് കേരളത്തിലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പീഡകർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ആക്ഷേപിച്ചു. വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചാൽ നല്ല വക്കീലും ചാക്കിൽ പണവുമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന അവസ്ഥയാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിയുടെ നാടകം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലുള്ളവരെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ കേസിനെ എങ്ങനെ ദുർബലമാക്കണമെന്നും
കേസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എങ്ങനെ നിൽക്കണമെന്നും പിന്നീട് എന്തെല്ലാം നിലപാടുകൾ എടുക്കണമെന്നും ഒക്കെ തീരുമാനമെടുത്തിട്ടുള്ള ഒരു വലിയ മാഫിയ പ്രവർത്തനത്തിന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നു. പിന്നെയോ എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത്. നട്ടല് നിവർത്തി നിന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്തതാണ് ഇന്ന് കേരളം നേരിടുന്ന പ്രതിസന്ധി. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു. അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ പുച്ഛം തോന്നുന്നുണ്ടെന്നും സിനിമാ മേഖലയിലുള്ളവർക്ക് കൊമ്പുണ്ടെന്ന അഭിപ്രായം തനിക്കില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സിനിമാ മേഖലയിലുള്ളവർക്ക് കൊമ്പുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ, അവർ ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. കാരണം നിങ്ങളെല്ലാം അബ്രപാളികളിൽ വരുമ്പോൾ, നിങ്ങൾക്കെല്ലാം കഷ്ടപ്പെട്ട് പാടത്ത് പണിയെടുക്കുന്നവനും റോഡിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിവെയിൽ കൊണ്ട് പണിയെടുക്കുന്നവനും ഒക്കെ സിനിമാ കൊട്ടകകളിൽ വന്ന് അവൻ്റെ പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കണം എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷം, 2 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഗാദി റോഡിലായിരുന്നു സംഘർഷമുണ്ടായത്. CPM കോൺഗ്രസ് സംഘർഷത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സൗമ്യ യോഗേഷിന്റെ ഭർത്താവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ KK യോഗേഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലായി എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഖാദി റോഡിലാണ് സംഘർഷമുണ്ടായത്. ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. CPM പ്രവർത്തകർ മേശയിട്ടിരിക്കുന്നതിന് സമീപം കോൺഗ്രസ് പ്രവർത്തകർ മേശ കൊണ്ടുവന്നിടാൻ ശ്രമിച്ചപ്പോൾ KK യോഗേഷ് അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷത്തിന് തുടക്കമായത്. യോഗേഷ് ടേബിൾ ചവിട്ടിത്തെറിപ്പിക്കുകയും തുടർന്ന് അജു നെല്ലുവായുടെ ബൈക്കിൽ ടേബിൾ ചെന്ന് തട്ടുകയും ചെയ്തതിനെ തുടർന്ന് അജു നെല്ലുവായി KK യോഗേഷിനെ മർദ്ദിച്ചു. തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടായി. ഇതിനുശേഷം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിച്ച് പരാതി നൽകുന്നതിന് തീരുമാനമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പാലക്കാട്ട് BJP ആക്രമണം. കല്ലേക്കാട് സ്വദേശികളായ 5 BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPM BJP ഗൂഢാലോചനയുടെ ഭാഗമാണ് ആക്രമണമെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പുലർച്ചെ 12 മണിയോടെയാണ് BJP പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി, DCC സെക്രട്ടറി, KSU പ്രവർത്തകർ എന്നിവരെ ആക്രമിച്ചത്. അക്രമത്തിൽ ഒരു KSU പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ 5 BJP പ്രവർത്തകരെ ടൗൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. DCC സെക്രട്ടറി നന്ദബാലന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം അഴിച്ചുവിട്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ CPMും BJPയും ഗൂഢാലോചന നടത്തിയതായി ആരോപിച്ച് VK ശ്രീകണ്ഠൻ MP രംഗത്തെത്തി. ആക്രമണം തുടങ്ങിവെച്ചത് CPMാണ്. BJPയാണ് വീട് കയറി കല്ലെറിഞ്ഞ് പ്രവർത്തകന്റെ കണ്ണിന് പരിക്കേൽപ്പിച്ചത്. UDF പ്രവർത്തകർ കല്ലെറിഞ്ഞാണ് പരിക്കേറ്റത് എന്ന BJPയുടെ വാദം കളവാണ്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ട് ആക്രമണം അഴിച്ചുവിടുകയാണ് BJPയും CPMും. പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നും രാഹുൽ മാങ്കൂട്ടം വിഷയമുയർത്തി സർക്കാരിനെതിരെയുള്ള ജനരോഷം മറയ്ക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും MP പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പരാജയ ഭീതി പൂണ്ടാണ് ഈ അക്രമം BJP അഴിച്ചുവിടുന്നത്. ആ അക്രമത്തിന് നിർഭാഗ്യവശാൽ ഇന്നലെ സഹായകരമായി പ്രവർത്തിച്ചത് തുടക്കത്തിൽ CPMന്റെ പ്രവർത്തകരാണ്. ഈ പരാജയ ഭീതി പൂണ്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രകോപനം. അല്ല വണ്ടി ഇടിക്കാനോ അങ്ങനെ ഒരു സാഹചര്യമോ അവിടെ ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിലൊരു സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ മുമ്പേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും എന്നുള്ളത് കൊണ്ടാണ് അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആകെ ഭീതി പരത്തി ആ പ്രദേശത്താകെ ജനങ്ങൾ വോട്ട് ചെയ്യാതാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അവർ വീടിനകത്തേക്ക് കയറിയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നന്ദപാലിൻ്റെ വീട്ടിലേക്ക് കയറി അഭയം പ്രാപിക്കാൻ പോകുമ്പോഴാണ്
ഈ അക്രമം ഉണ്ടായത്. അതിശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാകണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ, മങ്കര, ലക്കിടി, പേരൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സമാധാനപരം. കൃത്യസമയത്ത് വോട്ടെടുപ്പ് ആരംഭിച്ചെങ്കിലും പല ഇടങ്ങളിലും മന്ദഗതിയിലായിരുന്നു പോളിംഗ്. മണ്ണൂർ മാപ്പിള സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലായിരുന്നു തിരക്ക് കാണപ്പെട്ടത്. മങ്കര പഞ്ചായത്തിൽ മാങ്കുരിശി UP സ്കൂളിൽ 5-ാം വാർഡിൽ 5-4 ബൂത്തുകളിലായിരുന്നു വലിയ തിരക്ക്. സ്ത്രീകളും പുരുഷന്മാരടക്കം വലിയ നീണ്ട നിരയായിരുന്നു. മങ്കര അതിർക്കാട് മങ്കര വെസ്റ്റ് UP സ്കൂളിൽ വോട്ടെടുപ്പ് യന്ത്രം വളരെ മന്ദഗതിയിൽ പ്രവർത്തിച്ചതിനാൽ വോട്ടർമാർ ഏറെ പ്രയാസപ്പെട്ടു. പ്രശ്നബാധിത ബൂത്തായ മണ്ണൂർ MCB UP സ്കൂൾ, പഴയ ലക്കിടി സ്കൂൾ എന്നിവിടങ്ങളിലും ഉച്ചവരെ തിരക്ക് കുറവായിരുന്നു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പോളിംഗ് സ്റ്റേഷനിൽ കയറാനുള്ള ചവിട്ടുപടികൾ രോഗിയായ വോട്ടർമാരെയും വയോധികരെയും ഏറെ ബുദ്ധിമുട്ടിച്ചു. രോഗികളെ എത്തിക്കാനുള്ള വീൽചെയർ പോലുള്ള സംവിധാനങ്ങളൊന്നും അധികൃതർ ഒരുക്കിയിരുന്നില്ല. വയോധികരെയും രോഗികളെയും ബൂത്തിനകത്ത് കയറ്റാൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൈപിടിച്ച് സഹായിക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ച ആക്രമണം. നിരവധി പേർക്ക് പരിക്കേറ്റു. വോട്ട് ചെയ്ത് മടങ്ങാൻ നിന്നവരെയാണ് തേനീച്ചകൾ ആക്രമിച്ചത്. പരിക്കേറ്റ 8ഓളം പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഇരട്ടക്കുളം 1-ാം ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറ് മൂലം പോളിംഗ് 3 മണിക്കൂറോളം മുടങ്ങി. ഇതിനിടെ മണിക്കൂറോളം കാത്തുനിന്ന വോട്ടർമാർ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണാനായത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരട്ടക്കുളം 1-ാം ബൂത്തിലാണ് വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം 3 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടത്. രാവിലെ മോക്ക് പോളിംഗ് ആരംഭിച്ചു. എങ്കിലും പിന്നീട് യന്ത്രം തകരാറിലാകുകയായിരുന്നു. പിന്നീട് റിട്ടേണിംഗ് ഓഫീസർ B. അശോക് രാജിന്റെ നേതൃത്വത്തിൽ വേറൊരു വോട്ടിംഗ് മെഷീൻ എത്തിച്ചു. ഏറെ പരിശ്രമത്തിന് ശേഷമാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. മണിക്കൂറോളം കാത്തുനിന്ന പല വോട്ടർമാരും തിരികെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 13-ാം വാർഡിലെ ബൂത്തിൽ സ്ത്രീകളുടെയും മുതിർന്നവരുടെയും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. പലപ്പോഴും ആളുകളെ കൊണ്ടുവരുന്നതിനെപ്പറ്റി സ്ഥാനാർത്ഥികളുടെ അനുയായികൾ ബഹളം വയ്ക്കുകയും തർക്കത്തെ തുടർന്ന് ചെറുതുരുത്തി CI വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും റിട്ടേൺ ഓഫീസറും ചേർന്ന് സ്കൂളിൽ നിന്ന് അനുഭാവികളെ പുറത്താക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ 1-ൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് യന്ത്രസാമഗ്രികൾ തടസ്സപ്പെട്ടിട്ട് 2 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റ് ഓഫീസർമാരോ അതിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല. നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകുന്നത്. ഇതിൽ അടിയന്തര നടപടി വേണമെന്ന് വള്ളത്തോൾ നഗർ UDF കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അതിനെ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന് മുൻ മന്ത്രി AK ബാലൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇതിൻ്റെ റിഹേഴ്സൽ എന്ന നിലയിലാണ്. പ്രധാന മുസ്ലിം സംഘടനകൾ ഈ കൂട്ടുകെട്ടിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്നും AK ബാലൻ പാലക്കാട്ട് പറക്കുന്ന സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ആയിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ രാഷ്ട്രീയ വശം. അത് നല്ല രൂപത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുസ്ലിം ലീഗിലും UDFലും ശക്തമായിട്ടുള്ള അമർഷവുമുണ്ട്. മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട മതസംഘടനകളെല്ലാം UDFൻ്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള വർഗീയതയെയും UDF പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. UDFൻ്റെ ഘടകകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നും വിജയരാഘവൻ തൃശ്ശൂരിൽ പറഞ്ഞു. BJP ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് എല്ലാ വർഗീയതയ്ക്കും പ്രോത്സാഹനം നൽകുകയാണ് UDF എന്ന് A. വിജയരാഘവൻ പറഞ്ഞു. സാമൂഹ്യഘടനയിൽ സ്വീകാര്യമല്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയുമായി UDF സഹകരിക്കുന്നുണ്ട്. UDFൻ്റെ ഘടകകക്ഷിയായി ജമാഅത്തെ മാറി. മുസ്ലിം ലീഗും UDF ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കി. അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന സ്ഥിതിയാണ് വർഗീയ ശക്തികളുമായി കൂട്ടുചേരാൻ UDFനെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകാര്യത ഏറ്റവുമധികം വർദ്ധിച്ച സമയത്താണ് തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് തുടർഭരണമുണ്ടാകുമെന്ന സൂചനയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. വലിയ നിക്ഷേപമെന്ന തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രദർശിപ്പിച്ചത്. ഇത്രയും വലിയ നിക്ഷേപത്തിൻ്റെ കമ്പനിയാണ് കോൺഗ്രസ് എന്നറിഞ്ഞില്ലെന്നും അടൂർ പ്രകാശ് നടത്തിയ പരാമർശം തന്നെ ഇത്തരം വിഷയങ്ങളിലെ ഗൗരവമില്ലായ്മയാണ് തുറന്നു കാണിക്കുന്നതെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. BJP ഭൂരിപക്ഷ വർഗീയതയെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുവഴി അവർക്ക്
കൂടുതൽ ലാഭമുണ്ടാക്കാനാവും എന്നത് പ്രയോഗത്തിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് UDF ഇവിടെ എല്ലാ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ 6 ദശാബ്ദമായിട്ട് കേരള രാഷ്ട്രീയ ഘടനയിൽ UDF നിലനിന്നതും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വ്യത്യസ്തങ്ങളായ വർഗീയതയുമായി സന്ധി ചെയ്തും കീഴ്പ്പെട്ടുമാണ്. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ സ്വീകാര്യതയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായും അവരുടെ രാഷ്ട്രീയവുമായും കൂടുതൽ സന്ധിക്കേണ്ടായി. UDFൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ഇത്തവണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് IMI ആൾ ബൂത്തിൽ 2 വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം ജനങ്ങൾ തള്ളിക്കളയുമെന്നും UDF വൻ മുന്നേറ്റം നടത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്. അത് വീണ്ടും അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശബരിമല പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടതിന് മുൻ MLA അടക്കമുള്ള CPM നേതാക്കൾ ജയിലിലാണ്. ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ള നടത്തുന്നു. കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് സർക്കാർ നടപടികളിലേക്ക് നീങ്ങിയത്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF തെരഞ്ഞെടുപ്പ് സഖ്യത്തിലാണെന്ന വിമർശനം ഷാഫി പറമ്പിൽ തള്ളി. പാലക്കാട് നഗരസഭയിൽ പോലും ജമാഅത്തെ ഇസ്ലാമി UDFനെതിരായി മത്സരിക്കുകയാണ്. സർക്കാരിനെയും CPMനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാനുള്ള വ്യഗ്രതയാണ് CPM നേതാക്കൾ കാണിക്കുന്നത്. ആദ്യം സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളും ഉയർന്നുവന്ന ആരോപണങ്ങളും പരിഹരിക്കാൻ അവർ തയ്യാറാകണം. തെരഞ്ഞെടുപ്പിൽ ജനം കൃത്യമായി അവർക്കെതിരെ പ്രതികരിക്കുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാൽ ഉണ്ടാകുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക. മറ്റു വിഷയത്തിലൊരു അജണ്ട ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞു. ഒരാളെ, ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞു. താൽക്കാലിക സസ്പെൻഷനിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ. എന്നിട്ട് അത് അജണ്ടയല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ? ഉള്ളത് അമ്പലത്തിൻ്റെയും അയ്യൻ്റെയും സ്വർണ്ണും സ്വത്തും കാക്കാനാണ്. ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട്, അത് നേരത്തെ അറിഞ്ഞിട്ട്, അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വെച്ചിട്ട്, അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട്, പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള ആളുകളുടെ പേര് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ, പഴയ MLA, പഴയ ഏരിയ സെക്രട്ടറിയിൽ, പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടി പ്രതീക്ഷയാണ് UDFനുള്ളതെന്നും ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും VK ശ്രീകണ്ഠൻ MP. ഷൊർണൂരിൽ ഭരണം UDF പിടിച്ചെടുക്കുമെന്നും MP കൂട്ടിച്ചേർത്തു. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 18-ാം വാർഡ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. കേരളത്തിലെ ഇടതുഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ വിധിയെഴുത്തെന്നും MP പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ഇരട്ടി പ്രതീക്ഷയാണ് ഇത്തവണ UDFനുള്ളത്. കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനവിരുദ്ധ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആത്മാർത്ഥമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഐക്യജനാധിപത്യത്തിന്റെ പ്രചരണത്തിലും പ്രവർത്തനത്തിലും വലിയ മുന്നേറ്റമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുണ്ടായത്. ഇത്രയും നല്ലൊരു കാലാവസ്ഥ UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ മുന്നേറ്റം UDFനുണ്ടാകും. കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഉള്ള വിധിയെഴുത്തായിരിക്കും ഉണ്ടാകുക. വികസനത്തിനാണ് വോട്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ വിജയമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസിൻ MLA. ഓങ്ങല്ലൂർ കാരക്കാട് AMUP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു MLA. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിലേക്കായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിലേക്കാണ് പോളിംഗ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ശതമാനം രേഖപ്പെടുത്താനായി രാവിലെ മുതൽക്ക് തന്നെ മിക്ക വാർഡുകളിലെയും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. UDF, LDF, BJP, SDPI,
തൃണമൂൽ കോൺഗ്രസ് എന്നിവയുടെ 92 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. രാവിലെ 11 മണിയോടുകൂടി 11-ാം വാർഡ് കാരക്കാട് AMLP സ്കൂളിലെ ബൂത്ത് നമ്പർ 2-ലെത്തി മുഹമ്മദ് മുഹസിൻ MLA വോട്ട് രേഖപ്പെടുത്തി. വികസനത്തിനാണ് വോട്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയമുണ്ടാക്കുമെന്ന് MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അടക്കം ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം മിക്കവാറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടും. വികസനത്തിനാണ് വോട്ട് എങ്കിൽ പരമാവധി വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മണ്ഡലത്തിലും കേരളത്തിലൊക്കെ നടന്നതിന് വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വമ്പിച്ച വിജയം ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് സെന്റർ ഷൊർണൂർ. LDF ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ വിജയം നേടുമെന്ന് മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ. തൃശൂർ കോർപ്പറേഷനിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും അന്തിക്കാട് മുറ്റിച്ചൂർ LP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം VS സുനിൽകുമാർ പറഞ്ഞു. നല്ല ആളുകളുടെ നല്ല റെസ്പോൺസാണ് ഈ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം എല്ലാവരും സാധാരണയേക്കാൾ വിട്ട് രാവിലെ തന്നെ നീണ്ട ക്യൂ നമ്മുടെ ബൂത്തുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതാണല്ലോ വോട്ടെടുക്കുക എന്ന് പറയുന്നത്, വോട്ടിൽ വരിക എന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ വോട്ട് പോളിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും. കാരണം സാധാരണ നിലയിൽ ഒരു 10 കൊല്ലമായി ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാവുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരമാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക. പൊതുവെ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും എത്തിക്കാനുള്ള വോട്ടാണ് ജനങ്ങൾ വിനിയോഗിക്കുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ. പാലക്കാട് കൽപ്പാത്തി GLP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു C കൃഷ്ണകുമാർ. 30-ലധികം സീറ്റുകൾ നേടി പാലക്കാട് നഗരസഭയിൽ BJP ഭരണ തുടർച്ചയുണ്ടാക്കുമെന്ന് C കൃഷ്ണകുമാർ പറഞ്ഞു. സ്ത്രീപീഡനത്തിൽ പ്രതിയായ MLAയെ സംരക്ഷിച്ച നിലപാട് സ്വീകരിച്ചതിലൂടെ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകും. സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യും. ഇന്നലെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുതലേന്നുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മറുപടി. ആക്രമണത്തെ തുടർന്നുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. UDFിലെ തന്നെ ഒരു വിഭാഗമെറിഞ്ഞ കല്ലേറിലാണ് പരിക്കുണ്ടായതെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എത്താനുള്ള വോട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ 30-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പാലക്കാട് നഗരസഭയിൽ ഇത്തവണയും ആവർത്തിക്കും. പാലക്കാടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് വികസനം എന്നുള്ള കണ്ടതുള്ള തിരഞ്ഞെടുപ്പാണ്. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDFിലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രചരണ സ്ഥലത്തെ ബൂത്തിൽ തന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ആപ്പിൾ തോട്ടം ഒരുക്കി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. മണ്ണൂർ പഞ്ചായത്തിലെ 10-ാം വാർഡ് സ്ഥാനാർത്ഥി നന്ദിനിയാണ് പ്രചരണത്തിനായി ആപ്പിൾ തോട്ടം ഉപയോഗിച്ചത്. പൊതുവിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടൊരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിർത്തിയത്. ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ നന്ദിനി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അതാണ് ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവരെ മത്സരിപ്പിക്കാനാണ്. അവരെ ആപ്പിൾ ചിഹ്നത്തിനാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. എല്ലാവർക്കും പൊതു സ്വീകാര്യതയാണ് അവർക്ക് നേടി വരുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. കന്നി വോട്ട് 68-ാം വയസ്സിൽ ആദ്യമായി വോട്ട് ചെയ്ത് ആഹ്ലാദത്തിലാണ് അമ്പലവട്ടം വെള്ളിനാങ്കുന്ന് സ്നേഹതീരം വീട്ടിൽ CK രവീന്ദ്രനാഥൻ. തൻ്റെ 19-ാം വയസ്സിൽ നാട് വിടേണ്ടി വന്ന രവീന്ദ്രനാഥൻ ഇക്കാലമത്രയും പ്രവാസ ജീവിതത്തിൻ്റെ അവിശ്രമ വഴിയിലായിരുന്നു. ആദ്യമായി ചെയ്തത് ഒന്നല്ല 3 വോട്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അനങ്ങനടി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ VK പടി അംഗൻവാടിയിലാണ് CK രവീന്ദ്രനാഥൻ വോട്ട് ചെയ്തത്. 68-ാം വയസ്സിൽ ഒരു കന്നി വോട്ടർ. കഥ ഇങ്ങനെ. തൻ്റെ 19-ാം വയസ്സിൽ നാടുവിട്ട് പോകേണ്ടി വന്ന രവീന്ദ്രനാഥൻ കുറേ കാലം ട്രിച്ചിയിലായിരുന്നു. പല ജോലികളും ചെയ്തെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മസ്കറ്റിലേക്ക് വിമാനം കയറി. നീണ്ടകാലം പിന്നെ മസ്കറ്റിൽ. പ്രവാസ ജീവിതത്തിനിടെ വിവാഹത്തിനും മറ്റ് ചില സന്ദർഭങ്ങളിലും മാത്രമാണ് അദ്ദേഹം നാട്ടിൽ വന്നത്. പിന്നെ കുടുംബസമേതം മസ്കറ്റിലായിരുന്നു.
ഒടുവിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രവീന്ദ്രനാഥൻ നാട്ടിൽ തിരിച്ചെത്തിയത് 2024-ൽ. അമ്പലവട്ടത്തെ തറവാട്ടു വീട് പുതുക്കിപ്പണിത് താമസമാക്കിയതിനൊപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. ID കാർഡ് ലഭിച്ചതോടെ 68-കാരന് കന്നി വോട്ടിന് അവസരമൊരുങ്ങി. ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ്. മസ്കറ്റിലായിരുന്നു, വന്നിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. എനിക്ക് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു. ഇപ്പം ഒന്നാണ് ഇത് ആദ്യം വോട്ട് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായ സന്തോഷത്തിലാണ് രവീന്ദ്രനാഥൻ. ലതയാണ് ഭാര്യ. മകൾ ശ്രീലക്ഷ്മി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാരണാകുറിശി പോയിലൂർ 6-ാം വാർഡിൽ 3 മുന്നണി വാർഡ് സ്ഥാനാർത്ഥികളും ഒരുമിച്ച് നിന്നാണ് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി PP വിജയനും UDF സ്ഥാനാർത്ഥിയായി അബ്ദുൽ നിസാറും NDA സ്ഥാനാർത്ഥിയായി CR ബിജേഷും മത്സരിക്കുന്നുണ്ട്. ബൂത്തിൽ വോട്ടഭ്യർത്ഥനയുമായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി മിഥു ടീച്ചറും UDF സ്ഥാനാർത്ഥി സുനിത സുന്ദരബാബുവും എത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ബേബി ബാബുവും പോയിലൂർ ബൂത്തിൽ വോട്ട് അഭ്യർത്ഥനയുമായി എത്തി. 3 മുന്നണിയിലെ പ്രമുഖ നേതാക്കളും ബൂത്തിൽ സജീവമായിരുന്നു. കളർഫുള്ളാക്കി ബൂത്തുകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഷൊർണൂർ നഗരസഭയിലെ 16-ാം വാർഡിൽ 3 വനിതാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് LDF സ്ഥാനാർത്ഥി രമ്യ കൃഷ്ണൻ പറഞ്ഞു. 100% വിജയിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും 100% വോട്ടായി മാറും തന്നെയാണ് വിചാരിക്കുന്നത്. കേന്ദ്ര പദ്ധതികളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അത് വോട്ടായി മാറുമെന്ന് NDA സ്ഥാനാർത്ഥി M രമാദേവിയും പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വികസനം ഇവിടെ കൊണ്ടുവരും. ഇവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ഇവിടെ മാറ്റം കൊണ്ടുവരുന്നത് മാറണം എടുക്കുന്നതിനാണ് വിജയപ്രതീക്ഷയുണ്ട്. കേന്ദ്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു മാറ്റം വരും, മാറ്റം കൊണ്ടുവരും. എന്നാൽ സർക്കാർ വിരോധം പോളിംഗിൽ പ്രതിഫലിക്കുമെന്നും അത് വോട്ടായി മാറുമെന്നും UDF സ്ഥാനാർത്ഥി PP സൗമ്യയും പറഞ്ഞു. നമുക്ക് നന്നായിട്ട് വിജയപ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനെതിരെ നമുക്ക് പുതിയൊരു ചരിത്രം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ആര്യഞ്ചിറ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദേശമംഗലം കൊണ്ടയൂർ 4-ാം വാർഡിൽ ഗുരുകുലം സ്കൂളിലെ 1-ാം ബൂത്തിൽ UR പ്രദീപ് MLAയും സഹധർമ്മിണിയും വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂല വിധിയാകുമെന്ന് MLA പറഞ്ഞു. രാവിലെ 8:30 മണിയോടുകൂടി എത്തിയായിരുന്നു MLA വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ വലിയ തരംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും എല്ലാം വലിയ രീതിയിൽ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷമായി വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെത്തട്ടിൽ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ പ്രതികരണം ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് കേരളത്തിനായിട്ട് വലിയ തരംഗമുണ്ടാകും. കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രവർത്തനം മുൻകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ പ്രവർത്തനം എല്ലാം ആളുകൾ വോട്ടർമാർ വളരെ കൃത്യമായി താരതമ്യപ്പെടുത്തിയാണ് കേരളത്തിൽ ഇടതുപക്ഷമാണ് ശരി എന്ന നിലപാടിൽ എത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടൊവിനോ തോമസ്. ഇരിങ്ങാലക്കുട ഗേൾസ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ടൊവിനോ തോമസ്. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ തനിക്കറിയില്ലെന്ന് ടൊവിനോ തോമസ് പ്രതികരിച്ചു. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് അറിഞ്ഞ് കണ്ടിട്ടില്ല. അത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. ഒരു കാരണവശാലും രക്ഷപ്പെടും. അതല്ലേ ഉള്ളൂ. ഞാനീ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണം. മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതേസമയം കോടതി വിധിയിലും വിശ്വസിക്കണമെന്ന് ടൊവിനോ ചൂണ്ടിക്കാട്ടി. സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമാണെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കാറില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സത്യൻ അന്തിക്കാട് പറഞ്ഞു. വോട്ട് അവകാശമാണെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. പ്രചരണങ്ങൾ എന്താണെങ്കിലും നമ്മുടെ മനസ്സിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു നാടിൻ്റെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കൊടുക്കുന്ന ആളുകളെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും
സത്യൻ അന്തിക്കാട് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കാറില്ല. എവിടെയാണെങ്കിലും കാര്യം നമ്മുടെ അവകാശമാണല്ലോ. നമ്മൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പ്രചരണങ്ങൾ പലതും ഉണ്ടാകും, പക്ഷെ നമ്മുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ആരായിരിക്കണം നമ്മുടെ തദ്ദേശ ഭരണത്തിൽ നമ്മൾ സഹായിക്കേണ്ടത്, നിയമസഭയിൽ ആരാണ്, ലോക്സഭയിൽ ആരാണെന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു മലയാളിക്ക് എല്ലാവർക്കും അവരവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും, ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്, ആരാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു തീരുമാനമുള്ളതുകൊണ്ട് ഞാനൊരിക്കലും ഈ അവകാശം നഷ്ടപ്പെടുത്താറില്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്. ആരാണ് തങ്ങളെ ഭരിക്കേണ്ടത് എന്ന് ഓരോ മലയാളിക്കും ഉള്ളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും ഫലം വരുമ്പോൾ അത് അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്തിക്കാട് പോലുള്ള ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ കാർഷിക പുരോഗതിയെ കൂടി പരിഗണിച്ചാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും കോടതിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുക എന്നതാണ് തൻ്റെ രീതിയെന്നും മറിച്ച് അഭിപ്രായമുള്ളവർ മറ്റ് നടപടികളിലേക്ക് പോകട്ടെയെന്നും സംഘടനകൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇപ്പോൾ സംസാരിക്കേണ്ട വിഷയമല്ലെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ട്രെയിൻ യാത്രയ്ക്കിടെ വയോധികന്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ചു മുങ്ങിയ പ്രതി 7 വർഷത്തിനു ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ചേലക്കര കിള്ളിമംഗലം സ്വദേശി 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് പോലീസിന്റെ പിടിയിലായത്. 2018 മെയ് 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മലബാർ എക്സ്പ്രസ് ജനറൽ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന മണ്ണാർക്കാട് സ്വദേശി 70 വയസ്സുകാരൻ്റെ മൊബൈൽ ഫോണും പൈസയും അടങ്ങുന്ന ബാഗാണ് മോഷണം പോയത്. ഈ കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തു മുങ്ങിയ ചേലക്കര കിള്ളിമംഗലം നായാട്ടുവളപ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള അബ്ദുൾ അസീസാണ് 7 വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂർ റെയിൽവേ പോലീസിൻ്റെ പിടിയിലായത്. പ്രതിയെ ആലുവയിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതി ജാമ്യമെടുത്ത ശേഷം വീടും സ്ഥലവും വിറ്റ് ബാംഗ്ലൂർ, തമിഴ്നാട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI ഗോകുൽദാസ്, SCPOമാരായ ശശി നാരായണൻ, അബ്ദുൾ മജീദ്, നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഇനി മാറ്റലി കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് മുന്നണിയായിരിക്കും മേൽക്കൈ എന്ന ചോദ്യവുമായാണ് ഇന്ന് മാറ്റലി പൊതുജനങ്ങളെ സമീപിക്കുന്നത്. LDFO, UDFO അതോ NDAയോ? ഇനി പ്രതികരണങ്ങൾ നോക്കാം. കോർപ്പറേഷൻ മുതൽ മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്തുകളിലുമെല്ലാം വലിയ തരത്തിലുള്ള അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സമകാലിക രാഷ്ട്രീയ ചരിത്രം പറയുകയാണെങ്കിൽ ജനങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. ഇപ്പോൾ അമ്പലത്തിൽ നടക്കുന്ന കൊള്ള, മറ്റു നികുതി ഇനത്തിൽ നടക്കുന്ന കൊള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ചെറിയ തരത്തിലുള്ള ചെറിയ സംഖ്യകൾ അവർക്ക് കൊടുത്തുകൊണ്ട്, ചെറിയ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട്, വൻ അഴിമതി അപ്പുറത്ത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി മുതൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി മുതൽ എല്ലാ ത്രിതല പഞ്ചായത്തുകളിലും. അതിനുള്ള ശക്തമായ മറുപടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായി UDF 1 വിജയത്തിൽ ഇവിടെ വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മിക്ക പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി ഗവൺമെൻറ് അത്രയും നല്ല കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ കേന്ദ്രത്തിന് അതുണ്ട് ഇതില്ലെന്ന് പറയാമെന്നല്ലാതെ നമ്മളൊരു അനുകൂലം ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ അത് പറയുന്നുണ്ട്, അവരുടേതാണ് ഇതിങ്ങനെ കേരളത്തിൻ്റെ ഇവർ പറഞ്ഞ് നടക്കുന്നുണ്ടെന്നല്ലാതെ എന്നൊക്കെയാണ് ഇപ്പോൾ മെയിൻ പ്രതിപക്ഷമായ BJP ആണല്ലോ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇന്ത്യയിലുള്ളത് അവർ പറയുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഇവിടുത്തെ പ്രതിപക്ഷം ഞാൻ പറഞ്ഞു കേട്ടോ, മൊത്തത്തിലുള്ള പ്രതിപക്ഷമല്ല ഉദ്ദേശിച്ചത്.
അതന്നെ അതിൻ്റെ കാരണം. ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെത്ര നന്മ പറഞ്ഞാലും അതിനൊരു മറുവശം അതാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതൊക്കെ രൂപത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പുതിയ വോട്ടർ പട്ടിക പുതുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പടിയാണ്, ഒരു തുടക്കമായിട്ടാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർ അതിനെ വീക്ഷിക്കുന്നതും കാണുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കരമായ ഒരു തരംഗം ആയിത്തീരും BJP. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാറ്റിനും വില കൂടി. ഒരു പാവപ്പെട്ടൊരു വ്യക്തി ഒരു വീട് വെക്കണമെങ്കിൽ കല്ല് മുതൽ സിമെൻറ്റ് മണൽ വരെ വില വർദ്ധിച്ചു. ഇതിന് ശേഷം പഞ്ചായത്തിൽ പെർമിറ്റ് എടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊണ്ട് കൊടുക്കണം. ഈ വ്യവസ്ഥ ഒരു വീട് കയറ്റണമെങ്കിൽ 5 or 6 ടാക്സാണ് ഇപ്പോൾ ഒരു വ്യക്തി കൊടുക്കേണ്ടത്. ഈ അനീതിക്കും അക്രമത്തിനുമെതിരെ ഭഗവാന്റെ സ്വർണം മുഴുക്കെ കട്ടുകൊണ്ടുപോയി. ഈ നീതിക്കെതിരെ ഒരു പ്രത്യേക പ്രതിഷേധം ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മികച്ച പോളിംഗ്. വിജയപ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികൾ. മുന്നണികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസാധ്യത സംബന്ധിച്ച കണക്കുകൂട്ടലിലേക്ക്. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ വോട്ട് ചെയ്യാനെത്തി. രാഹുൽ വോട്ട് ചെയ്ത് കുന്നത്തൂർ മേടിൽ. ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നു മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. പോലീസ് വലയം ഭേദിച്ച് CPM BJP പ്രവർത്തകരുടെ പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. ഇടതുപക്ഷം മികച്ച മുന്നേറ്റം നടത്തുമെന്ന് മന്ത്രി MB രാജേഷ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിജീവിതകൾക്കൊപ്പമല്ലെന്നും MB രാജേഷ്. വികസനത്തിനാണ് വോട്ടെങ്കിൽ ജയം LDFനായിരിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. സംസ്ഥാനത്തെ UDF ചരിത്ര നേട്ടമുണ്ടാക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാടും ഷൊർണൂരും UDF ഭരിക്കും. രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ MP. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ. അതിജീവിത നേരിട്ട് പരാതി പറഞ്ഞിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്ന് ശോഭാ സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDAയുടെ തേരോട്ടമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. UDF എല്ലാ തരത്തിലുള്ള വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മുൻ മന്ത്രി AK ബാലൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും AK ബാലൻ. തൃശൂരിൽ ഇടത് തുടർ ഭരണം ഉറപ്പെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം. 5 BJP പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിൽ. അക്രമം BJP CPM ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കോൺഗ്രസ്. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. തൃശൂർ പാലക്കാട് സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ തേനീച്ച ആക്രമണം. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമെന്ന് നടൻ ടൊവിനോ തോമസ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.